ആരെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾക്കും തുടങ്ങാം. ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് ഇൻഡസ്ട്രി പഠിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, എവിടെയാണ് മാർക്കറ്റിലുള്ള ഒരു ഗ്യാപ്പ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാവും. സ്ട്രക്ചേർഡായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഫീസിബിലിറ്റി ചെയ്യുക. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യും, ചിലർ പാർട്ട്ണർഷിപ്പ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായിരിക്കും ബെറ്റർ? കല്യാണം കഴിക്കണോ ഒറ്റയ്ക്ക് ജീവിക്കണോ എന്ന് ചോദിക്കണ പോലെ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എഗ്രിമെന്റ്സ് ആർ മെയ്ഡ് ഇൻ ഗുഡ് ടൈംസ് ഫോർ ബാഡ് ടൈംസ്. അപ്പം നല്ല സമയത്ത് ഇരിക്കുമ്പോൾ ഇതെല്ലാം എഴുതി ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. കാര്യം അങ്ങോട്ട് പോകും തോറും ഒരു ബിസിനസ് ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള അപ്സും ഡൗൺസും പ്രഷറും ഒക്കെ ഉണ്ടാവും. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ലാവിഷായിട്ടൊക്കെ ഫർണിഷ് ചെയ്യും, ഭയങ്കര വലിയ പൊടിപൊടിപ്പനായിട്ട് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നല്ല ഉഗ്രൻ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം. ആ പ്ലാനിലാണ് ഞാൻ ഡിസൈഡ് ചെയ്യേണ്ടത്, എനിക്ക് തുടങ്ങാൻ ഇത്ര ഫണ്ട് വേണം, എനിക്ക് ഇത്ര നാൾ പിടിച്ചു നിൽക്കാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇത്ര വേണം, എൻ്റെ ക്യാഷ് ഫ്ലോ റെഗുലർ ആവുന്നത് വരെ. എല്ലാവരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും നമ്മൾ പറയും ഒരു ചെറിയ ബിസിനസ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ബി യുവർ ഓൺ ബോസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് എല്ലാവർക്കും പാട്. അപ്പം എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ ലീഗലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളോട് സംസാരിക്കാൻ കൂടെയുള്ളത് ആനന്ദ് സാറാണ്. ആളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഫിൻപ്രോ ലേണിംഗിന്റെ CEO ആണ്, വിഷണറി ഫൗണ്ടർ ആണ്. വെൽക്കം സർ. താങ്ക് യു. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ പോലും പറയാറുണ്ട്, ഒരു ചായക്കടയിൽ പോയ പോലെ നമുക്കൊരു ചായക്കട തുടങ്ങാം. ഒരാൾ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അയാൾക്ക് ബിസിനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും? നമ്മുടെ നാട്ടിൽ പലരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ആരെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾക്കും തുടങ്ങാം. അല്ലെങ്കിൽ എവിടെയോ പറഞ്ഞു കേട്ടു, ഇതേപോലെ ഒരു ചായ കൂടി ചർച്ചയിലായിരിക്കും ഒരു ബിസിനസ് ഐഡിയ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെ എളുപ്പമാണ്, അയാൾ ചെയ്ത് വിജയിപ്പിച്ചല്ലേ. നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ, ഒരാളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ തുടങ്ങും, ജിം തുടങ്ങിക്കഴിഞ്ഞാൽ ഓടിപ്പോയി അത് തന്നെ തുടങ്ങും. ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ മറ്റേ ടർഫിൻ്റെ പുറകെയായിരുന്നു, കുറേ പേര് ഓടിപ്പോയി ടർഫ് തുടങ്ങി. അപ്പം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ടോ, അതിനുള്ളൊരു എക്സ്പീരിയൻസ്, നോളജ്, അതിനോടുള്ളൊരു താല്പര്യം എനിക്കുണ്ടോ, അതോ നമ്മളും കുറേ പേര് ചെയ്തു അതിൻ്റെ പുറകിൽ നമ്മളും ചെയ്യുന്നതാണോ എന്നുള്ളതാണ് മെയിൻ ഒരു ക്വസ്റ്റ്യൻ. സ്ട്രക്ചേർഡായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഫീസിബിലിറ്റി ചെയ്യുക. ഈ ഫീസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് ഒന്നും അല്ല, പക്ഷെ അതിന് ഒരു മാർക്കറ്റ് ഉണ്ടോ, ഞാൻ ചെയ്യാൻ പോകുന്ന സാധനത്തിന് ഒരു മാർക്കറ്റ് ഉണ്ടോ, ആൾക്കാർ കസ്റ്റമേഴ്സ് ഇത് പേ ചെയ്യാൻ വില്ലിങ് ആണോ, ഇതിന് നമ്മൾ പ്രൊഫഷണലായിട്ട് മാർക്കറ്റ് ഫീസിബിലിറ്റി എന്നൊക്കെ പറയും. അപ്പം എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, അവരെന്ത് പ്രൈസിലാണ് അത് ഓഫർ ചെയ്യുന്നത്, അതിനേക്കാളും ബെറ്റർ ഒരു പ്രൈസിങ്ങിൽ എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുമോ, ബെറ്റർ ഒരു ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് പ്രൈമറിലി ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റിയുടെ ഒരു റിസൾട്ട് അല്ല ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ മാർക്കറ്റ് ഫീസിബിലിറ്റി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. അതായത് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കഫേ തന്നെ വിചാരിക്കുക, ഈ കഫേ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് കോസ്റ്റ് വരും, എന്താണ് എൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തായിരിക്കും എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രോജക്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ മൊത്തം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കോടി രൂപയാവും, അല്ല 1.5 കോടി രൂപയാവും, 2 കോടി രൂപയാവും, എത്ര നാൾ കൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു റിട്ടേൺ കിട്ടും. ഇനി 2 കോടി രൂപയാണെങ്കിൽ ഈ 2 കോടി രൂപ ഞാൻ എങ്ങനെയാണ് ഫണ്ട് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഫിനാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും മിച്ചം കിട്ടുമോ എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയുടെ ഒബ്ജക്റ്റീവ്. അപ്പം സ്ട്രക്ചേർഡായിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ അവർ ഒരു ഫീസിബിലിറ്റി നിർബന്ധമായിട്ടും ചെയ്യണം. മാർക്കറ്റ് ഫീസിബിലിറ്റിയും ചെയ്യണം, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയും ചെയ്യണം. ഇതിൻ്റെ എൻഡിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഇത് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കണ്ണുമടച്ച് ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കണ പോലെ ആയി പോകും. അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരെ ഇപ്പം കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യും. ചിലർ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ പാർട്ട്ണർഷിപ്പ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായിരിക്കും ബെറ്റർ? ഒറ്റയ്ക്ക് ചെയ്യുന്നത് ബെറ്റർ ആണോ അതോ ഏതായിരിക്കും കുറച്ച്? അതിപ്പം കല്യാണം കഴിക്കണോ ഒറ്റയ്ക്ക് ജീവിക്കണോ എന്ന് ചോദിക്കണ പോലെ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എനിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്കിൽ സെറ്റ്സും എനിക്ക് തന്നെ ഉണ്ട്. എനിക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കോർ ടീം മെമ്പേഴ്സ് മതി. അവരെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കോ ഫൗണ്ടറുടെ ആവശ്യം ഉണ്ടാവില്ല. കേപ്പബിലിറ്റി ഉണ്ടാവണം. അതെ,
പക്ഷേ ഇപ്പോൾ ഞാനൊരു ടെക് ബിസിനസ് ചെയ്യാൻ പോവുക, ഞാൻ മാർക്കറ്റിംഗിൽ സ്ട്രോങ് ആണ്, പക്ഷേ എനിക്ക് ടെക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ടെക് ആയിട്ടുള്ള ഒരു കോ ഫൗണ്ടറെ വേണം. അങ്ങനെയുള്ള കേസുകളിൽ ഒരു കോ ഫൗണ്ടറെ വേണ്ടി വരും. പക്ഷേ ഈ കോ ഫൗണ്ടറെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ള സമയമോ അല്ലെങ്കിൽ അതിലുപരി സമയമോ നമ്മൾ ഈ വ്യക്തിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു മാനസിക ഐക്യം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് പലതരത്തിലുള്ള ഫ്രിക്ഷനിലേക്ക് വരും. കാര്യം അവരുടെ ഒരു വാല്യൂ സിസ്റ്റവും നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റവും, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പീഡും അവർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പീഡും വളരെ ഡിഫറെൻ്റ് ആണെങ്കിൽ പിന്നെ അതിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എപ്പോഴും ഒരു കോ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇതിനകത്തുള്ള ടേംസ് എല്ലാം എഴുതി വെക്കുക. ആര് എന്താ ചെയ്യുന്നത്, നാളെ ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ പ്രോപ്പർട്ടിയാണ് കൊളാട്രലായിട്ട് കൊണ്ടുവരുന്നത്, സാലറി എത്ര എടുക്കും, നാളെ ബിസിനസ് ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും റോൾസ് എങ്ങനെയായിരിക്കും, ആരായിരിക്കും CEO, ആരായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ നേരത്തെ ഡിസൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ലോയറുണ്ട്, പുള്ളി എപ്പോഴും പറയും എഗ്രിമെന്റ്സ് ആർ മെയ്ഡ് ഇൻ ഗുഡ് ടൈംസ് ഫോർ ബാഡ് ടൈംസ്. അപ്പം നല്ല സമയത്ത് ഇരിക്കുമ്പോൾ ഇതെല്ലാം എഴുതി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. കാര്യം അങ്ങോട്ട് പോകും തോറും ഒരു ബിസിനസ് ആണല്ലോ, അതിൻ്റേതായിട്ടുള്ള അപ്സും ഡൗൺസും പ്രഷറും ഒക്കെ ഉണ്ടാവും. ആ ടൈമിൽ ഈ വഞ്ചി കിടന്ന് ഒലയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. സാർ ഇപ്പോൾ ഈ പറഞ്ഞത് ഭയങ്കര ശരിയാണ്. കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കണില്ല. നമ്മളിപ്പോൾ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ അത്രയും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളാന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നേരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു നോളജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയുടെ കോംപ്ലക്സിറ്റീസ് മനസ്സിലാവും. ഇനി അതിലുപരി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ടാവും, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, ബോസ്, നമ്മുടെ വെണ്ടേഴ്സ്. അപ്പോൾ ആ നെറ്റ്വർക്ക് കൂടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി നോളജ് മാത്രമല്ല, നെറ്റ്വർക്കുമാണ് കൊണ്ടുവരുന്നത്. ഫ്രഷ് ആയിട്ട് ഒരു ഇൻഡസ്ട്രി നോളജ് ഇല്ലാതെ വരുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ്പം നമ്മൾ എടുക്കുന്ന ലേണിംഗ് കർവ്, നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ഡിഫറെൻ്റാണ്. കാര്യം നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം, ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണം, ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണം, ഫിനാൻസിനെ കുറിച്ച് പഠിക്കണം, ആ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നടക്കണം. അപ്പം ഒരാൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കുറേ ഭാഗങ്ങൾ അവർക്ക് മാറ്റിയെടുക്കാം. ബാക്കി ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം അവർ പഠിച്ചെടുത്താൽ മതി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന ഒരു ഏരിയ ഫണ്ടാണ്. പലരും ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണില്ല. ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു ഫണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ റേസ് ചെയ്യാൻ പറ്റും? ഈ ഒരു കാലത്ത് നമ്മൾ ഏത് ബിസിനസ് തുടങ്ങുവാണെങ്കിലും ഒരു മിനിമം ഫണ്ട് വേണം അല്ലേ. പലരും ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്ഡ് മോഡലിലാണ് ബിസിനസ് ചെയ്യുന്നത്. അതായത് സ്വന്തം സാലറിയിൽ നിന്നൊക്കെ മാറ്റി വെച്ച പൈസ കൊണ്ടും സ്വന്തം ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള ഫണ്ട് കൊണ്ടുമൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവെ കണ്ടിരിക്കുന്നത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യകാലത്ത് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ നമ്മളുടെ ഐഡിയ ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അവർക്ക് മനസ്സിലായാലും ഇവൻ ചോദിച്ചതല്ലേ, പൈസ കൊണ്ട് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേരെങ്കിലും കുറച്ച് ഫണ്ടൊക്കെ തരും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. അതുപോലെ KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ, KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾക്ക് കൊളാട്രൽ ഇല്ലാതെ കുറച്ച് ഫണ്ട് തരും. ഇപ്പോൾ KSIDCക്ക് ഒരു സ്കീമുണ്ട്, KFCക്ക് ഒരു സ്കീമുണ്ട്. ഇവർ ആ പ്രോജക്റ്റിൻ്റെ വയബിലിറ്റി നോക്കിയിട്ട് ഈ പ്രോജക്റ്റിന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ കൊളാട്രൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫണ്ട് തരും. അത് ലോണായിട്ട് തരും, സോഫ്റ്റ് ലോണായിട്ട് തരും. അതിനുശേഷം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അവരത് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതേപോലെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്കീംസ് ഉണ്ട്. പക്ഷേ പ്രൈമറിലി ഈ ഒരു ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിലുള്ള ഓപ്ഷൻ. ഇനിയല്ല, ഐഡിയ അത്രയും ഇംപ്രസീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഫണ്ട് ചെയ്യുന്ന ചില ഏഞ്ചൽ നെറ്റ്വർക്കുകൾ ഉണ്ടാവാം, ചില വളരെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് കാണാം. പക്ഷെ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കുറവാണ് പൊതുവേ കാണുന്നത്. കാര്യം അവരാണെങ്കിലും ആ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് അല്ലെ സർവീസ് പ്രൂവൺ ആയോ, ഇവർക്ക് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയോ, റവന്യൂ വന്നു തുടങ്ങിയോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഇപ്പം അവരെ പോലുള്ളവർ ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, സാർ പറഞ്ഞതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും അത്ര അറിയുന്ന ഒരു ടേം അല്ല. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ?
ഇന്ത്യയിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അവർ അക്രഡിറ്റഡ് ഇൻവെസ്റ്റേഴ്സ് ആവുകയൊക്കെ വേണം. പക്ഷേ ഇതല്ലാതെ തന്നെ ഇപ്പം പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നന്നായിട്ടൊക്കെ ഫണ്ട് ഉണ്ടാക്കി വരും. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി ഫണ്ട് ഉണ്ടാക്കി വരും. ഇവരെല്ലാവരും പൊതുവേ പണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു ഓൾട്ടർനേറ്റ് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഈ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കാണുന്നുണ്ട്. നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, പണ്ട് മുതൽ നാട്ടിലുള്ള പല സംരംഭങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതും പാർട്ട്ണറായിരിക്കുന്നതും ഒക്കെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി ഫണ്ട് ഉണ്ടാക്കിയേക്കുന്നവരാണ്. അപ്പോൾ ആ മോഡ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനി ഉണ്ടാക്കി, ഒരു ഐഡിയ കാണിച്ചു, ആ കമ്പനിയുടെ ഗ്രോത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണിച്ചു, എന്നിട്ട് അവരോട് നമ്മൾ പറയുന്നു ഇത്ര ഷെയർ ഞങ്ങൾ തരാം, ഇത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ റൂട്ടിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പലരും ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളരെ ആക്റ്റീവായിട്ട് CAN എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്, കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്. അതുപോലെ തന്നെ ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ നമ്മൾ ഈ ഐഡിയ അവർക്ക് കൊണ്ട് പ്രസൻറ്റ് ചെയ്യാമെങ്കിൽ അവരുടെ മെമ്പേഴ്സിന് സർക്കുലേറ്റ് ചെയ്യും. അവിടെ മെമ്പേഴ്സിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡൗട്ടാണ്, ഞാനിപ്പോൾ ഇന്നൊരു ടൈപ്പ് ബിസിനസ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്ര ഫണ്ട് വേണം? നമുക്ക് പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പം നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാകും, ഇന്നതാണ് ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടി വരിക? നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനെന്തെങ്കിലും ഒരു രീതി ഉണ്ടോ? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി വേണം. അതിലാണ് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയേണ്ടത് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ ക്യാപിറ്റൽ എന്താ വേണ്ടത്. ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുവാണെങ്കിൽ എൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത്? ഒരു സ്പേസ് എടുത്ത് ഞാൻ അതിൻ്റെ റെൻ്റ് ഡെപ്പോസിറ്റ് കൊടുത്ത് അത് ഫർണിഷ് ചെയ്ത് അത് സെറ്റായി റൺ ചെയ്യുന്നത് വരെയുള്ള ഫണ്ടാണ് എൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ലാവിഷായിട്ടൊക്കെ ഫർണിഷ് ചെയ്യും, ഭയങ്കര വലിയ പൊടിപൊടിപ്പനായിട്ട് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിന് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് ഡേ ടു ഡേ ബേസിസിൽ റൺ ചെയ്ത് പോകണം, മാസാമാസം റെന്റ് കൊടുക്കണം, സാലറി കൊടുക്കണം. അപ്പം നമ്മളൊരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം ഇടിച്ചു കയറി ആൾക്കാരെ ഒന്ന് ട്രൈ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വരും. അപ്പോൾ ഇനിഷ്യലി ഭയങ്കരമായിട്ട് സെയിൽ കയറും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി പ്രശ്നമില്ല, എല്ലാ മാസവും ഇതേ സെയിൽ കാണും, പൊളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വീണ്ടും പണ്ട് പോയിക്കൊണ്ടിരുന്ന അവരുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വീണ്ടും പോകും. ഇത് അവർക്ക് ഒരു ചോയ്സ് മാത്രമാവും. അപ്പോൾ എന്ത് പറയും, സെയിൽ പിന്നെയും കുറേ കൂടെ ഒന്ന് ഡിപ്പാവും. ആ ടൈമിലൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിന് നമ്മൾ വെച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഇതിനു വേണ്ടി വേറെ ഫണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് പല സിറ്റികളിലും നമ്മൾ കാണുന്നത് റെസ്റ്റോറൻറ്റ്സ് ഒരു 6 മാസം, 1 വർഷം, 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും പോകും, അതേ സ്ഥലത്ത് വേറെ റെസ്റ്റോറൻറ്റ് വരും. അപ്പം നല്ല ഉഗ്രൻ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം. ആ പ്ലാനിലാണ് ഞാൻ ഡിസൈഡ് ചെയ്യേണ്ടത് എനിക്ക് തുടങ്ങാൻ ഇത്ര ഫണ്ട് വേണം, എനിക്ക് ഇത്ര നാൾ പിടിച്ചു നിൽക്കാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇത്ര വേണം, എൻ്റെ ക്യാഷ് ഫ്ലോ റെഗുലർ ആവുന്നത് വരെ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ത് ഫണ്ട് ഈ ബിസിനസ്സിന് വേണം എന്നുള്ളത്. അതായത് നമ്മളത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫണ്ട്, പിന്നെ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം, ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. കറക്റ്റ്, അതെ. ഓക്കെ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ബിസിനസ് അയാൾക്ക് തുടങ്ങാൻ പറ്റും? ഒരാൾക്ക് ഒരു സോൾ പ്രൊപ്പറേറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഡീന എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട, പ്രൊപ്പറേറ്ററായിട്ട് ചെയ്യുവാണ്, സോൾ പ്രൊപ്പറേറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 2 പാർട്ട്ണർഷിപ്പിൽ ചെയ്യാം. അതിൽ 2 അതിലധികം ആൾക്കാരോ ഒരുമിച്ച് വന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി ചെയ്യുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 3 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ചെയ്യാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെ ഇപ്പം ഡീനയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കമ്പനിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 പേഴ്സൺ കമ്പനി, OPC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ചെയ്യാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പരമാവധി 200 പേര് വരെ ആ കമ്പനിയിൽ കൊണ്ടുവരാം. ഇനി LLP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അത് ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, പക്ഷേ അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ചെയ്യുമ്പോഴോ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുമ്പോഴോ നമ്മളുടെ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ പേഴ്സണൽ അസറ്റ്സിനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഒത്തിരി പേരും ബിസിനസ് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഗ്രോ ചെയ്യുമ്പോൾ അവർ ഒന്നെങ്കിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടൊക്കെ ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാണാറുണ്ട്. ഇപ്പോൾ അത്
നല്ല ഒരു കാര്യമാണോ അതോ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ബെറ്റർ? ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. കാര്യം നമ്മൾക്ക് ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്, നമുക്ക് ട്രൈ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പാണ് നല്ലത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് തുടങ്ങാനുള്ള ചിലവുകൾ കുറവാണ്. അതുപോലെ തന്നെ അത് റൺ ചെയ്യാനുള്ള ചിലവുകളും പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ കുറവാണ്. അതേസമയം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒത്തിരി ഗവൺമെൻറ് കൺട്രോൾസ് വരുന്നതാണ്. അപ്പോൾ അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓഡിറ്റുകൾ ചെയ്യണം, റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ സമയാസമയത്ത് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഫൈൻസ് വളരെ ഹ്യൂജാണ്. അപ്പോൾ ട്രൈ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം നമുക്ക് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സ്കെയിലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് പുതിയ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരണം, ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണം. ആ ടൈമിൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാം ടു ഒരു LLP അല്ലെങ്കിൽ ടു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ ഒരാളൊരു ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു സിമ്പിൾ പാർട്ട്ണർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നേ ഞാൻ പറയും. അത് ഡിപ്പെൻഡിങ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ആദ്യത്തെ മാസം തന്നെ അത് ഭയങ്കര സെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു കോൺട്രാക്ട് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേരെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പോകാം. അല്ല, നമ്മളായിട്ട് ആദ്യം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻസ് എടുക്കണം എന്ന് നമുക്കറിയാം. ഡേ 1 തൊട്ട് തന്നെ നമുക്ക് എന്തൊക്കെ രജിസ്ട്രേഷൻ ഒരു ബിസിനസ്സിന് ആവശ്യമുണ്ട്? നമ്മൾക്ക് ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡ് ലൈസൻസ് വേണം, ഒരു ലോക്കൽ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന്. അതായത് ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്. ഈ ഒരു രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം ഒരു ട്രേഡ് നെയിമിൽ. അപ്പോൾ നമ്മളുടെ നോർമൽ SB അക്കൗണ്ട് ആണല്ലോ, സേവിങ്സ് അക്കൗണ്ടാണ് നമുക്കുള്ളത്. നമുക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് വേണമല്ലോ. അപ്പോൾ ഈ ട്രേഡ് ലൈസൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങി നമ്മൾ നോർമൽ ബിസിനസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് പോകുന്തോറും പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. നമുക്ക് ആ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ ഒരു PAN, ഒരു പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ വേണം. അതിനുശേഷം നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു TAN നമ്പർ വേണം, ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ വേണം. ഇനി ബിസിനസ്സിൻ്റെ ടേൺ ഓവർ GST നിയമങ്ങൾ അനുസരിച്ചിട്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു GST രജിസ്ട്രേഷൻ വേണം. ലേബർ ലോ കംപ്ലയൻസസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ESIയുടെ കംപ്ലയൻസ് ഉണ്ട്. 10 എംപ്ലോയീസിന് മേളിൽ വരുവാണെങ്കിൽ ESIയുടെ കംപ്ലയൻസ് വരും. 20 എംപ്ലോയീസിന് മേളിൽ വരുവാണെന്നുണ്ടെങ്കിൽ PFൻ്റെ കംപ്ലയൻസ് വരും. കാലാകാലങ്ങളിൽ ഓരോ രജിസ്ട്രേഷൻ നമുക്ക് ബിസിനസ്സിൻ്റെ ഗ്രോത്തിനനുസരിച്ച് വേണ്ടി വരും. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രം മതി. അത് പക്ഷെ പലർക്കും അറിയില്ല, നമ്മൾ ഭയങ്കര എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചു വെച്ചേക്കണേ. ഒരു ചെറിയൊരു ട്രേഡ് ലൈസൻസ് മാത്രം മതി, അത് മാത്രം വെച്ച് നമുക്ക് തുടങ്ങാം. പക്ഷെ ഇതിന്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഓരോ സമയത്തും എടുക്കേണ്ട രജിസ്ട്രേഷൻസ് എടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ എടുത്തതിനനുസരിച്ചിട്ടുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്തില്ല, അതിനുള്ള പേയ്മെന്റുകൾ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫൈൻ ഭയങ്കര ഭീമമായിരിക്കും. അന്ന് നമുക്ക് നിയമം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണല്ലോ. അതാണ് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അതെ, റിട്ടേൺ ഫയൽ ചെയ്യാം. പലരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭംഗിക്ക് അങ്ങ് രജിസ്ട്രേഷൻ എടുത്തൊക്കെ അങ്ങ് തുടങ്ങും. ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അതെ അതെ. ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫണ്ട് പലപ്പോഴും നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിലേക്ക്, ഇപ്പോൾ പറഞ്ഞ പോലെ SB അക്കൗണ്ടിലേക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ സാർ തന്നെ മെൻഷൻ ചെയ്തു കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നത് കൊണ്ട് ഇഷ്യൂ ഇല്ല, ചെറിയ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ബാങ്കുകൾ തന്നെ പറയുന്നുണ്ട് SB അക്കൗണ്ടിന്റെ പർപ്പസ് തന്നെ അതൊരു സേവിങ്സ് അക്കൗണ്ടാണ്, അല്ലാതെ അത് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളല്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് അവർ ചിലപ്പം കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ടുകളയും. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുവാണ്, അതിൽ റെഗുലറായിട്ട് ട്രാൻസാക്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു രജിസ്ട്രേഷൻ എടുത്ത് ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങി അതിൽ ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഒരു കറണ്ട് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ടോ? നിർബന്ധമില്ല. നമ്മൾ ആദ്യം തുടങ്ങി, നിയമം പറയുന്നത് വേണമെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുറച്ച് നാൾ ട്രൈ ചെയ്തു, അതിനുശേഷം കച്ചവടം കൂടി വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാരെ മേടിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കറണ്ട് അക്കൗണ്ടിലേക്ക് പോവുക. ഓക്കെ. ചെറിയൊരു ബിസിനസ് ആണെങ്കിലും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും? ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഡേ 1 തൊട്ട് എന്തൊക്കെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം? പലരുടെയും ഭയങ്കര വലിയ ഡൗട്ടാണ്. എല്ലാവരും ചുമ്മാ നമ്മൾ ഡയറിയിൽ എഴുതി വെക്കും. ഒരു ചെറിയ ബിസിനസ് ആകുമ്പോൾ ഡയറിയിൽ എഴുതും, കഥയൊക്കെ നോക്കും, ഒരു മാസം ഇന്നതാണ്. പക്ഷെ ഒരു അക്കൗണ്ട്സ് വേണം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് വേണം, അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താ?
അക്കൗണ്ട്സ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഡയറിയിൽ എഴുതി വെച്ചാലും കൊള്ളാം, എക്സലിൽ അടിച്ചു വെച്ചാലും കൊള്ളാം. വരവ് എത്രയാണ്, ചെലവ് എത്രയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കിപ്പോണം. ഇത് നമുക്ക് കാര്യം ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെയൊന്നും അല്ലല്ലോ. നമ്മൾ കസ്റ്റമറിനെ പിടിക്കാൻ ഓടുന്നു, രാവിലെ കട തുറക്കാൻ ഓടുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡിലെ ഏറ്റവും ലാസ്റ്റ് അജണ്ട ഐറ്റമാണ് ഫിനാൻസ് അല്ലെ കണക്ക്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, നമുക്കൊരു കൺട്രോളും കാണത്തില്ല. നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്, എന്താ സ്പെൻഡ് ചെയ്യുന്നത്, ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ എത്ര ക്യാഷ് ഉണ്ട്, ഒരു കൃത്യതയും നമുക്ക് കാണത്തില്ല. അപ്പം ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കണക്കടിച്ചു പോവുക. അതിപ്പോൾ എക്സലിൽ സിമ്പിളായിട്ട് അടിച്ചു പോയിക്കൂടെ, വരവ് എത്രയാണ്, ചിലവ് എത്രയാണ്, അത് ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ഇരുന്ന് ടാലി ആക്കുക. ഇനി ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ലെവലിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ തന്നെ എക്സലിൽ കണക്ക് വെച്ചിട്ട് നമുക്ക് തന്നെ മാസം കണക്കെടുത്ത് പോകാമെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ടാലി പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഹോ പോലെയുള്ള ഒരു ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് തന്നെ ബേസിക് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്കടിച്ചിടാവുന്നതേ ഉള്ളൂ. ഒരു ബിസിനസ് ഓണറിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സിസ്റ്റം കൂടുമ്പോൾ, ട്രാൻസാക്ഷൻസ് കൂടുമ്പോൾ, സെയിൽ ഇൻവോയ്സസ് കൂടുമ്പോൾ, പർച്ചേസ് ഇൻവോയ്സസ് കൂടുമ്പോൾ ഉറപ്പായിട്ടും ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് ഉള്ളത് നല്ലതാണ്. കാര്യം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മളുടെ കണക്കുകൾ നോക്കി നമുക്ക് വേണ്ടിയിട്ട് മാസാമാസം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് തന്ന് കറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്കുള്ള ഫയലിങ്സ് എല്ലാം ചെയ്യുവാണെങ്കിൽ നമ്മളുടെ തലേയിൽ നിന്ന് ആ ഒരു തലവേദന മാറിക്കിട്ടും. കാര്യം എല്ലാ ബിസിനസ് ഓണറിനും ഒരു കോർ ഫോക്കസ് ഉണ്ടല്ലോ. ആ ബിസിനസ് ഗ്രോ ചെയ്യുക എന്നുള്ളതായിരിക്കണം ആ ബിസിനസ് ഓണറുടെ കോർ ഫോക്കസ്. മറ്റത് അക്കൗണ്ടൻറ്റിൻ്റെ കോർ ഫോക്കസാണ്. അപ്പോൾ പുള്ളിയുടെ പണി പുള്ളി ചെയ്തോട്ടെ, നമ്മുടെ പണി നമ്മൾ ചെയ്യുക. അപ്പോൾ സ്കെയിലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റോ ഫുൾ ടൈം അക്കൗണ്ടന്റോ ഉള്ളത് നല്ലത് തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റേഴ്സിനാണ് ഞാൻ എൻ്റെ ഒരു പരിചയത്തിലൊരാൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ചോദിക്കുകയാണ്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ് ആൾ ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ് ഫിനാൻസ് വേറൊരാളെ ഏൽപ്പിക്കാൻ, ഭയങ്കര ഒരു പേടി. ശരിക്കും അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമുണ്ടോ? നമ്മുടെ അക്കൗണ്ട്സ് വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഒരു സോൾ പ്രൊപ്രൈറ്ററാണ്, അപ്പോൾ ആൾ വേറൊരാളെ അക്കൗണ്ട്സ് ഏൽപ്പിക്കാൻ ഭയങ്കര പേടി. ആളുടെ ഫണ്ട് എങ്ങനെ അത് മാനേജ് ചെയ്യും, പ്രോപ്പറായിട്ട് തന്നെയായിരിക്കും നോക്കുക. അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമുണ്ടോ ശരിക്കും? ഈ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണപ്പെട്ടി എടുത്തിട്ട് അദ്ദേഹത്തിനെ കൊടുക്കുമല്ലോ, നമ്മുടെ കണക്കെഴുതി വെക്കുമല്ലേ. നമ്മളുടെ വരവിനെയും ചെലവിനെയും കണക്കെഴുതി വെക്കുന്ന ജോലിയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പേടിക്കാൻ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. കാര്യം അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ടൈം സേവ് ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്ന് ആഴ്ചയിൽ ഇത്ര മണിക്കൂർ അത് വേറൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ മാറ്റുവാണെങ്കിൽ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സമയം കുറേ കൂടെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഒരു ബിസിനസ് ഓണറുടെ ഫോക്കസ് പോകുന്നത് അവിടേക്കല്ലേ. ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം, ബിസിനസ്സിലേക്ക് എങ്ങനെ ഫണ്ട് കൊണ്ടുവരാം, ടീം മെമ്പേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാം, അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യാം, കസ്റ്റമേഴ്സിനെ കൂടുതൽ എങ്ങനെ ഹാപ്പി ആക്കാം. അപ്പോൾ ആ ഒരു നോൺ കോർ ആയിട്ടുള്ള ആക്ടിവിറ്റി വേറൊരാളിലേക്ക് മാറ്റുകയാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ നല്ലതെന്ന് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് ഇപ്പോൾ അക്കൗണ്ട്സിൻ്റെ റൂൾസോ ഡെബിറ്റോ ക്രെഡിറ്റോ അങ്ങനെയൊന്നും നോക്കാതെ സോഫ്റ്റ്വെയർ ഒന്നും യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഇപ്പോൾ ഡയറിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ എക്സലിലൊക്കെ മാത്രം അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ അവരവരുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു അല്ലെങ്കിൽ കൊണ്ടുവന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടാണ് ചിലവായി പോയത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഡേ 1 തൊട്ട് തന്നെ ഒരു പ്രോപ്പർ അക്കൗണ്ട്സ് ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ? അത് നമ്മൾ ഈ അക്കൗണ്ടൻസ് ആണ്, ഇതൊരു റോക്കറ്റ് സയൻസ് ആണെന്നും ഇത് വേറെ ആർക്കും മനസ്സിലാത്ത രീതിയിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാര്യം നമുക്കും ജീവിക്കണ്ടേ. പക്ഷേ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇവർ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും ക്യാഷ് ഫ്ലോയും ഒക്കെ അവർക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം. ഒരു ബിസിനസ് ഓണറിന് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ് ഈ ഫിനാൻസ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. പക്ഷേ അതിനുശേഷം ഇപ്പം ഒരു മന്ത് എൻഡ് ക്ലോസിങ് വന്നു, ഒരു ഇയർ എൻഡ് ക്ലോസിങ് വന്നു, അവിടെയൊക്കെ കുറച്ചൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. കാര്യം പ്രീപെയ്ഡ് എക്സ്പെൻസസ് കാണും. ഒരു കസ്റ്റമറുടെ 6 മാസത്തെ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഇൻവോയ്സ് ചെയ്ത കേസുകൾ കാണും, പല കേസുകൾ കാണും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടത്. അവിടെ മാത്രം പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്താൽ മതി. പക്ഷെ ഒരു ചെറിയ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. അവർക്കറിയേണ്ടത് എന്താ, എൻ്റെ വരവ് എത്ര, ചിലവ് എത്ര, ലാഭം എത്ര, എനിക്ക് ക്യാഷ് എത്ര കിട്ടി, ക്യാഷ് എത്ര പോയി, മിച്ചം ക്യാഷ് എത്രയുണ്ട്. ഓക്കെ, ഒരു ഐഡിയ. ഇപ്പോൾ അതെ, നമ്മളൊരു ബിസിനസ് തുടങ്ങി ആദ്യത്തെ ഒരു 3 മാസമൊക്കെ വളരെ ക്രൂഷ്യലാണ്. പുതിയ ഓണ്ടർപ്രണേഴ്സ് ഈ ഒരു 3 മന്ത്സിൽ കുറേ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കണ്ടിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഒന്ന് പറയാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എടുക്കാനുള്ള സംഭവം അതിനകത്തുണ്ട്. പക്ഷെ എന്നാലും ചുരുക്കി പറയാം.
പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറഞ്ഞതുപോലെ, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ ബിസിനസ് തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ശമ്പളം കൊടുക്കേണ്ടത്, എങ്ങനെ റെന്റ് കൊടുക്കേണ്ടത് എന്ന് പോലും പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വർക്കിംഗ് ക്യാപിറ്റലിലെ പ്ലാനിങ് ഇല്ലായ്മ. 2, നമ്മൾ ആദ്യമൊക്കെ ആളെ ഹയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ആളെ എടുക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്കിൽ സെറ്റ്സ് കുത്തിയിരുന്ന് അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ അവർ ശരിക്കും ഈ കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നൊക്കെ നോക്കാതെ പലപ്പോഴും ആയിരിക്കും ഒരു ഇമോഷണൽ ഹയറിങ് ആയിരിക്കും ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേണ്ട സ്കിൽ സെറ്റ്സിലേക്ക് ഇവർ എക്സാക്ട്ലി മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ടുള്ള ഒരു ഹയറിങ് ആയിരിക്കത്തില്ല. അപ്പോൾ അതിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും, ഒരു കമ്പനിയിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക്, ഒരു പ്രസ്ഥാനത്തിലേക്ക് ആദ്യം വരുന്ന ഒരു 5 പേരുടെ പോലിരിക്കും ആ കമ്പനി എത്ര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ളത്. നല്ലൊരു ടീം ഉണ്ടാവണം. അതെ, ആദ്യത്തെ ഒരു 5-6 പേരാണ് ആ കമ്പനിയുടെ ഒരു കൾച്ചർ സെറ്റ് ചെയ്യുന്നത്. ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൾക്കാരല്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കമ്പനി മുമ്പോട്ട് പോകത്തില്ല, പണിപാളും. ഇനി 3, പലപ്പോഴും കണ്ടിരിക്കുന്നത് ഒരു പ്രോസസ്സിൻ്റെ അഭാവം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ ചെറിയ സ്കെയിലൊക്കെ എന്തിനാ ഈ പ്രോസസ്സ്, ഇതൊക്കെ വലിയ കമ്പനികൾക്കുള്ളതല്ലേ? അത് തന്നെ. പക്ഷേ ഈ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യം, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, നാളെ ഞാൻ ഒരാളെ പഠിപ്പിച്ചു, പിന്നെ ഒരു പ്രാവശ്യം കൂടെ ആ ഓണ്ടർപ്രണർ, ആ മാനേജർ, ആ ലീഡർ ഇതിലേക്ക് ഇറങ്ങേണ്ടി വരരുത്. ആ സ്റ്റെപ്സ് വളരെ ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എന്താ, ഇനി വരുന്ന ആൾക്കാർക്കും വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റും. കാര്യം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 ഇങ്ങനെ പറഞ്ഞ് അവിടെ ചെയ്തിട്ടുണ്ട്. നാളെ പുതിയൊരാൾ ആ ടീമിലേക്ക് വരുമ്പോഴും അവർക്കും അറിയാം ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ആ കസ്റ്റമറിനും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്തപ്പം ഒരു എക്സ്പീരിയൻസ്, വേറൊരാൾ ചെയ്തപ്പോഴത്തേക്കും വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ്. അങ്ങനെയല്ലല്ലോ ഒരു ബിസിനസ്സിൻ്റെ ഒരു പുറത്തേക്ക് ഒരു ഇമേജ് നമ്മൾ കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഓണർ ആദ്യത്തെ ഒരു 3-4 മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. പക്ഷെ ഇത് പലപ്പോഴും പലരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് തിരക്കിൽ എങ്ങനെയെങ്കിലും ബിസിനസ് ഒന്ന് ഗ്രോ ചെയ്തെടുക്കുക, ആ ഒരു ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ്. ഇത് പലരും കൊണ്ട് തന്നെ പഠിക്കുന്നത്. എന്നാൽ ഇതേപോലെ നേരത്തെ കൊണ്ട ആൾക്കാരുണ്ടല്ലോ, അവരോട് സംസാരിച്ച് കഴിയുമ്പം അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത്, അത് അവർ പറയുന്ന എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാവില്ല, എന്നാലും അതിൻ്റെ ഒന്ന് കുറച്ച് പോയിന്റ്സെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കറക്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, ആ ഒരു നോളജ്, അതിൻ്റെയൊക്കെ ഒരു നെറ്റ്വർക്കിംഗ്, അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്ട് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു ഹെൽപ്പ് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കാറുണ്ട്. നമ്മൾ ഒന്നുമില്ലെങ്കിലും ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എങ്കിലും നമുക്ക് പരിചയമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചെന്നിട്ട് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യേണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ രീതിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഒരു ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും ഗ്രോത്ത് സ്റ്റേജിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കാര്യം ഏത് തരം എൻറ്റിറ്റിയാണ് ആ പെർട്ടിക്കുലർ ബിസിനസ്സിന് നല്ലത്, എന്തൊക്കെ സ്കീംസ് ആണോ ഉള്ളത്, ഗവൺമെൻറ് സ്കീംസ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു തരുന്നത് മുതൽ നമ്മളെ നല്ല ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു 1 year പ്ലാൻ, ഒരു 3 year പ്ലാൻ. ഈ പ്ലാൻ ഒന്നും ചിലപ്പോൾ അതുപോലെ നടക്കുന്നുണ്ടാവില്ല ബിസിനസ്സിൻ്റെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, ശരിയാണ്. പക്ഷേ എന്നാലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഇതാണ് നമ്മൾ എയിം ചെയ്യുന്നതെന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഈ പ്ലാൻ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ വലിയ സഹായം ഒരു ചാർട്ടർ അക്കൗണ്ട് ചെയ്തു തരാൻ പറ്റും. കാര്യം അദ്ദേഹം ആ ഒരു ബിസിനസ് മാത്രമല്ലല്ലോ കാണുന്നത്, അദ്ദേഹം 100 കൂട്ടം ബിസിനസ്സുകളിൽ ഇടപെടുന്നുണ്ട് പല ഇൻഡസ്ട്രിയിൽ നിന്ന്. വേറെ ഒരിടത്ത് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെയ്യുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ആയിരിക്കും നമ്മൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ആ ഒരു പോയിന്റ് മതിയായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ബിസിനസ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനും രക്ഷപ്പെടുത്തിയെടുക്കാനും. നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് തന്നെ. ഇനി അതുപോലെ തന്നെ ഒരു ചാർട്ടർ അക്കൗണ്ടിനെ നമുക്കൊരു സൗണ്ടിങ് ബോർഡായിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഐഡിയ ചെയ്യാൻ പോവാം, ഈ ലോൺ എടുക്കണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ആള് എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ഞാൻ കൊടുക്കണം, എന്ത് റൈറ്റ്സ് ആണ് ഞാൻ ആ ഇൻവെസ്റ്ററിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ ഇത് എടുക്കണോ. ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ ഒരു ഓഡിറ്ററായിട്ട് മാത്രം കാണും. അപ്പം
നമ്മളെ ഭാഷയിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഭാഷയിൽ ഇതൊരു പോസ്റ്റ്മോർട്ടമായി ചെയ്യുന്നത്. ഒരു വർഷം ചെയ്ത് ഇൻക്വയറി ചെയ്ത് കണക്കുകൾ വന്ന് അദ്ദേഹം ഇത് ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുക. ആ റിപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് ബേസിക്കലി ആർക്കും വലിയൊരു വാല്യൂ അഡീഷൻ ഇല്ല. അത് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒരു റെഗുലർ എൻഗേജ്മെൻറ്റിൽ നമ്മളുടെ കൂടെ നിർത്താൻ പറ്റണം. അല്ലാതെ ഒരു വർഷത്തെ ഓഡിറ്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ അതൊരു റെഗുലർ റെക്കറിങ് എൻഗേജ്മെന്റ് ആവണം, എന്നാലല്ലേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ശരിക്കും ആ ഒരു പേഴ്സൺ ഒരു റിസോഴ്സാണ്. നമ്മൾ പറയല്ലോ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തേ പറ്റും. നമ്മൾ തന്നെ അത് പല രീതിയിലുള്ള എൻഗേജ്മെന്റിലും, അതിപ്പോൾ ഒരു CFO എൻഗേജ്മെന്റ് ആവട്ടെ, ഒരു ഇന്റേണൽ ഓഡിറ്റ് എൻഗേജ്മെന്റ് ആവട്ടെ, പല രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റിൽ കൂടെ നമുക്ക് അദ്ദേഹത്തെ കൂടെ നിർത്താനുള്ള വഴികളുണ്ട്. അതെ, അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. അതെ, ഒരു ബിസിനസ് ഐഡിയ നമ്മൾ ചെയ്യുമ്പോൾ വിചാരിക്കുന്ന സക്സസ് ആവും എന്നൊക്കെ തന്നെ വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത് സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരിക? അതിൻ്റെ ഒരു എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നമ്മളൊരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു ബിസിനസ്സിലെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, ബിസിനസ് തുടങ്ങിക്കഴിയുമ്പോൾ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചിലപ്പോൾ ഇറക്കിയ ഒരു ഐഡിയ ആയിരിക്കാം. നമുക്ക് തോന്നിക്കാണും ഇത് അടുത്ത ഭയങ്കര വലിയൊരു ഇന്നോവേഷനാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ. പക്ഷേ ഇതിന് കസ്റ്റമേഴ്സൊക്കെ, നമ്മൾ ചോദിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ആൾക്കാരൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പോയി. പക്ഷെ അതിനുശേഷം അവർ പേ ചെയ്യാൻ വില്ലിങ് അല്ല. അത് നമ്മൾ ഒത്ര ശ്രമിച്ചിട്ടും ആൾക്കാർ റെഗുലറായിട്ട് പേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ റിപ്പീറ്റ് കസ്റ്റമേഴ്സായിട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മേ ബി ഇത് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു നൈസ് ടു ഹാവ് ആയിരിക്കും. കസ്റ്റമറുടെ വലിയൊരു പെയിൻ പോയിന്റ് ഇത് സോൾവ് ചെയ്യുന്നില്ലായിരിക്കാം. കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ സൊല്യൂഷൻസ് വേറെ ഉണ്ടാവും അവർക്ക്. അതുകൊണ്ടായിരിക്കും അവർ പേ ചെയ്ത് വരാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഏർലി റെഡ് സിഗ്നലാണത്. 2, നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഫുള്ളായിട്ട് കിട്ടുന്നത് ഒരു 90 രൂപയുള്ളെങ്കിൽ, അതായത് 90 രൂപയുടെ ഒരു കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 100 രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എത്ര കാലം നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും? നമ്മൾ ഒരു കസ്റ്റമർ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സൊമാറ്റോയും സ്വിഗ്ഗിയും ഊബറും ഒക്കെ അങ്ങനെയല്ലേ ചെയ്തത്. നമ്മളുടെ ഒരു ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മളെ സൊമാറ്റോയിൽ കയറ്റി, യൂബറിൽ കയറ്റി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ ഫീസ് ഈ ഫീസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കയറ്റി അവർ നോർമൽ മാർക്കറ്റ് ഫീസ് ഇപ്പോൾ അടിച്ചു തുടങ്ങി, നമ്മളെ കംഫർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ എത്ര നാൾ അങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു ഫണ്ടിങ് വരണം, അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ 150 രൂപ 200 രൂപ നമുക്ക് കിട്ടിത്തുടങ്ങണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് സിഗ്നലാണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചലഞ്ചസ്. ഒരു ചെറിയ ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അത് ആളുകൾ അറിയുക, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവുക, ആ ഒരു റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വെൻഡേഴ്സിൻ്റെ ഇടയിൽ പോലും. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി എങ്ങനെ ഒരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും? ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആസ് എ ബിസിനസ് നമ്മൾ ചില പ്രോമിസസ് ആണ് ആ കസ്റ്റമറിന് കൊടുക്കുന്നത്, അല്ലേ? അത് ചെറിയൊരു പ്രോമിസ് ആവാം, വലിയൊരു പ്രോമിസ് ആവാം. എത്ര ചെറിയൊരു പ്രോമിസ് ആണെന്നുണ്ടെങ്കിലും അത് നിറവേറ്റുക. കാര്യം ആദ്യം വരുന്ന 10 കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ട പ്രോമിസസ് നമ്മൾ ഡെലിവറി ചെയ്താൽ അവർ പോയി അടുത്ത 10 പേരോട് പറഞ്ഞോളും, അവർ പോയി അടുത്ത ആൾക്കാരോട് പറഞ്ഞോളും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിനൊരു ക്രെഡിബിലിറ്റി ബിൽഡായി വരും. 2, ഒരു രീതിയിലും ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച വരുത്താണ്ടിരിക്കുക. കാര്യം ഒരു കസ്റ്റമറിന് ഇന്ന് നമ്മൾ മാത്രമല്ല, ഇഷ്ടംപോലെ ഓപ്ഷൻസ് വേറെയുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുന്നിടത്ത്, ക്വാളിറ്റി സർവീസ് കിട്ടുന്നിടത്ത് അവർ വരും. ഇനി അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഈ ഒരു ഓണ്ടർപ്രണർ അവർ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ല? ഇവർ ആരായി ബിസിനസ് റൺ ചെയ്യുന്നത്? അല്ലാതെ ഇപ്പോൾ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് വന്ന ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പോയി ട്രൈ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കുക, വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുക. കാര്യം പലയിടത്തും ചെല്ലുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു കടയിൽ കയറുമ്പോഴത്തേക്കും തന്നെ നീ വേണേ വന്ന് മേടിക്കുക എന്നുള്ളൊരു സ്റ്റാൻഡാണ്. ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര വാമാ, അല്ലേ? അവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് വെൽക്കം ചെയ്യുന്നത് പോലെ. ഇനി ഓവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാര്യം പല പ്രോജക്റ്റുകളിലും പല കാര്യങ്ങളിലും എപ്പോഴും ഒരു ചലഞ്ച് വരുന്നത് കമ്മ്യൂണിക്കേഷൻ അഭാവം. നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയിരിക്കത്തില്ല അവർക്ക് വേണ്ടത്.
അപ്പോൾ ഓവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. അറ്റ്ലീസ്റ്റ് ആ റിലേഷൻഷിപ്സ് സോളിഡ് ആവുന്നത് വരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എൻ്റെ മൈൻഡിൽ ഒരു സാധനമുണ്ട്, ഞാൻ ഇതാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റവരുടെ മൈൻഡിൽ വേറൊരു ധാരണയുണ്ട്, ഞാൻ ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് വരുമ്പോഴാണല്ലോ ഈ ഫ്രിക്ഷൻ വരുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ ഒഴിവായി. ആ ഗ്യാപ്പ് ഒന്ന് മാക്സിമം കുറച്ച് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ബിസിനസ് ചെയ്യാം, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതും അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുക, സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക. തുടങ്ങാൻ പോകുന്ന ആൾക്കാരുടെ കാര്യമല്ലേ പറഞ്ഞത്, അല്ലേ? തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഇൻഡസ്ട്രി പഠിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, എവിടെയാണ് മാർക്കറ്റിലുള്ള ഒരു ഗ്യാപ്പ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, എനിക്ക് എൻ്റെ ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് കൊണ്ടുവരുന്നത് വഴി ഇപ്പോൾ ഉള്ള മാർക്കറ്റിലെ ഒരു ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ. ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, കൂടുതൽ ഡേറ്റ പോയിന്റ്സ് കളക്ട് ചെയ്യുക, ആ ബിസിനസ്സിനെ കുറിച്ച് എത്രത്തോളം പഠിക്കാവോ അത്രത്തോളം പഠിക്കുക. നമ്മൾ എല്ലാം അറിഞ്ഞിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ആർക്കും പറ്റത്തില്ല. പക്ഷേ ഇറങ്ങുന്ന ടൈമിൽ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്, സർവീസ് മാർക്കറ്റിൽ ഒരു നീഡുണ്ട്, ഞാനത് ഇറക്കി കഴിഞ്ഞാൽ അത് ക്ലച്ച് പിടിക്കും. ഓക്കെ, ഒരു മാർക്കറ്റിൻ്റെ നീഡ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണം നമ്മൾ ഇറക്കാൻ. കറക്റ്റ്. ഓക്കെ, സാറിൻ്റെ ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.